രാഹുല് എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആൾ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും, രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുലിന്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിന്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും, ഇപ്പൊ രാഹുലിന്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുന്നതും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിതിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പൊ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച്, ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവര് പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ എവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിജീവിത ഫെനി നൈനാൻ ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തു വിട്ടതിന് തൊട്ടു പിന്നാലെ പുറത്തു വിട്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. ഈ വോയിസ് ക്ലിപ്പിലൂടെ അതിജീവിത എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ തുപ്പിയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ തുപ്പുന്നത് സാധാരണ അത് പുറത്തേക്കാണ് പോകുന്നത്, ഭൂമിയിലേക്കാണ് വീഴുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് തുപ്പാനുണ്ടെങ്കിൽ തുപ്പി ഒഴിവാക്കും നമ്മൾ. ഈ മലർന്നു കിടന്ന് തുപ്പിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ആ മലർന്നു കിടന്ന് തുപ്പുമ്പോൾ ഈ തുപ്പല് തിരിച്ച് നമ്മുടെ മുഖത്തോട്ട് തന്നെ വരും, അല്ലേ? അതാണ് ഇപ്പോൾ അതിജീവിത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെനി നൈനാൻ ഒരു സ്ക്രീൻഷോട്ട് പുറത്ത് വിട്ടതോടുകൂടി വല്ലാത്ത വെപ്രാളമാ, മാധ്യമങ്ങൾക്ക് വെപ്രാളമാ, പോലീസിന് വെപ്രാളമാണ്, സഖാക്കൾക്ക് വെപ്രാളമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വെപ്രാളമാണ്, ഇപ്പം ഇത് അതിജീവിതക്കും വെപ്രാളമാണ്. എന്താ കാര്യം? പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ക്രീൻഷോട്ടിൽ അതിജീവിത തന്നെ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായല്ലോ, ഇത്രയും ദിവസം ഇപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഇന്നലെ ഫെനി നൈനാൻ പുറത്ത് വിട്ടത് മുതൽ അതിജീവിതയുടെ ഈ ഓഡിയോ വരുന്നത് വരെ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മാധ്യമങ്ങൾ കേരളത്തിലെ ഈ പുറത്ത് വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികത അത് പരിശോധിക്കണം, ഇത് വിശ്വാസയോഗ്യമല്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിജീവിത പറയുന്നു യെസ് അത് എൻ്റെത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിജീവിത അത് പറയുമ്പോൾ ഈ ഓഡിയോ ഇറക്കിയപ്പോൾ അതിജീവിതക്ക് പാളിപ്പോയി. അതിജീവിതക്ക് വേണമെങ്കിൽ പറയായിരുന്നു അത് എൻ്റെതല്ല എന്ന്. ആരും ഇപ്പോൾ അതിൻ്റെ ആധികാരികതയൊന്നും നോക്കി പോകാൻ സാധ്യതയില്ല. പക്ഷെ അതിജീവിതക്ക് അത് പറയായിരുന്നു, എൻ്റെ ഓഡിയോ അല്ല, അല്ലെങ്കിൽ എൻ്റെ ചാറ്റല്ല, അത് വ്യാജമാണ്, വ്യാജമാക്കി ഉണ്ടാക്കിയെടുത്തതാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയായിരുന്നു. അത് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയിട്ട് മുഖത്തേക്ക് തുപ്പുകയാണ് ആര്? മലർന്നു കിടന്ന് തുപ്പുകയാണ് അതിജീവിത. ഞാനത് അങ്ങനെ പറയാൻ കാരണം ഈ സ്ക്രീൻഷോട്ട് അത് ഇന്നലെ ഫുള്ളായിട്ട് 5 സ്ക്രീൻഷോട്ടാണ് ഫെന്നി പുറത്ത് വിട്ടത്.
ഈ 5 സ്ക്രീൻഷോട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നലെ വായിച്ച് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ അതിജീവിത പറയുന്നത് എന്താണ്? ഞാൻ കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടാകും, രാഹുലിൻ്റെ കൂടെ ആരെ വേണമെങ്കിലും കൂട്ടിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അതിജീവിതയ്ക്ക് രാഹുലെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇതിൽ ഈ ഓഡിയോയിൽ അതിജീവിത പറയുന്നുണ്ട് രാഹുലിൻ്റെ അമ്മയെയോ സഹോദരിയോ ആരെ വേണമെങ്കിലും കൂട്ടിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിജീവിതയ്ക്ക് നേരെ രാഹുലിൻ്റെ വീട്ടിൽ അടൂരിലെ വീട്ടിലേക്ക് കയറി ചെന്നാൽ മതിയായിരുന്നു അല്ലേ? അത് ചെയ്തില്ലല്ലോ. അതിന് പകരം പാലക്കാട്ടെ രാഹുലിൻ്റെ ഫ്ലാറ്റ് ആണെങ്കിലും ഓക്കെ, അതല്ലെങ്കിൽ കാറിൽ ഡ്രൈവിന് പോകണം ഞാൻ വരുന്ന വാഹനത്തിൽ. ആദ്യം അതിജീവിത മെസ്സേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ എൻ്റെ സുഹൃത്ത് അവിടെ വന്ന് ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് അവൻ തിരിച്ചു പോകും എന്നാണ് അതിജീവിത പറയുന്നത്. അതിജീവിത പറയുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന അതിജീവിത തന്നെയാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരി തന്നെ. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഈ ഷഡ്ഡി വാങ്ങിക്കൊടുത്തതും ചെരുപ്പ് വാങ്ങിക്കൊടുത്തതും കാനഡയിൽ കൊണ്ടുപോയതും ഇതൊക്കെ എന്തായിരുന്നു അതിൻ്റെയൊക്കെ കാരണം? അത് മനസ്സിലാവുന്നില്ല. ഇവിടെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വലിയ പുണ്യവാളനാക്കാനോ അല്ലെങ്കിൽ പുണ്യാളനാക്കാനോ ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത്, മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ എൻ്റെ പക്ഷം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പരാതിയിൽ പറയുന്നത് പോലെ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം അല്ലെങ്കിൽ ക്രൂരത എന്നൊന്നും പറഞ്ഞ ഒന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊരു പക വീട്ടലാണ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്നാണ് എൻ്റെ ഭാഗം. അതല്ലാതെ രാഹുൽ ഒരു വലിയ പുണ്യാളനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ തുടക്കം തന്നെ എവിടെ നിന്നാ? ഈ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആൾ, അതും ആദ്യ കൂടിക്കാഴ്ചയിൽ. പിന്നെ എന്തിന്? അത് കഴിഞ്ഞ് രാഹുലിനെ വീണ്ടും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. രാഹുലിന് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുത്തതൊക്കെ സാമ്പത്തിക ചൂഷണം നടത്തി എന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി ഊളത്തരമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ല പിന്നെ എന്തിനാ ഗിഫ്റ്റ് കൊടുക്കാതെന്തിന്? ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് അവസാനം വിളിച്ച് പറഞ്ഞ് എന്നെ സാമ്പത്തിക ചൂഷണം ചെയ്തു എന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി ഊളത്തരമാണ് എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമില്ലെന്നോ, ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നോ, ഇവർ തമ്മിൽ ലൈംഗിക വീഴ്ച ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്നോ ഇതൊന്നും നമ്മളാരും എവിടെയും പറയുന്നില്ല. ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ഇതിൽ എൻ്റെ പക്ഷം എന്ന് പറയുന്നത് ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ ധാർമ്മികത രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി അതല്ല, ഇത് ബലാത്സംഗമാണ് എന്ന് പറയുകയാണെങ്കിൽ, പീഡനമാണ് എന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. അതല്ലാതെ ഇവർ രണ്ടുപേരും വലിയ പുണ്യാളന്മാരാണ് അല്ലെങ്കിൽ വേറെ വല്ലതാണ്, ആനയാണ് തേനയാണ്, അങ്ങനെയൊന്നും ഞാനില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എന്താ പറഞ്ഞാൽ അയാളുടെ ഇനി പ്രായത്തിൻ്റെതാവാം, അതല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ്റെ പ്രശ്നമാവാം. എന്താണെന്നെങ്കിലും അത് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ബലാത്സംഗവും പീഡനവും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. ഇവിടെയും ഞാൻ പറയുന്നല്ലോ, ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ അത് രണ്ടുപേരും ആ ധാർമ്മികതക്ക് ഉത്തരവാദിത്തമുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതിനിപ്പോൾ ആരൊക്കെ ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ഓഡിയോ ഇറക്കിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അതിജീവിത, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, മലർന്നു കടന്ന് തുപ്പിയിട്ട് ആ തുപ്പൽ മുഖത്തോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് എന്ന് തിരിച്ചറിയുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഈ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ പരിഗണന എന്താണ്? അവിടെ കോടതിയിൽ നിൽക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ബലാത്സംഗമാണ്, പീഡനമാണ്, അതുപോലെ സാമ്പത്തിക ചൂഷണമാണ്, അല്ലേ? ഈ 3 കാര്യങ്ങളാണല്ലോ കോടതിയിൽ പറയുന്നത്. ഈ ബലാത്സംഗം, പീഡനം, സാമ്പത്തിക ചൂഷണം അതൊരു ഗിഫ്റ്റ് കൊടുത്ത സാധനം സാമ്പത്തിക ചൂഷണമാകുമോ എന്ന് ചോദിച്ചാൽ ആവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ പറയുന്ന ബലാത്സംഗവും പീഡനവും അത് നിലനിർത്താനുള്ള യാതൊരുവിധ സാഹചര്യങ്ങളോ നിയമത്തിൻ്റെ പിൻബലമോ അല്ലെങ്കിൽ നിയമസാധുതയോ ഒന്നും തന്നെ ഈ കേസിലില്ല എന്നുള്ളതാണ്.
പിന്നെ ധാർമ്മികത അത് കോടതിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇനി കോടതി ധാർമ്മികത തീരുമാനിക്കുകയാണെങ്കിൽ കോടതി രണ്ടുപേരുടെയും ധാർമ്മികത തീരുമാനിക്കേണ്ടിയും വരും, അല്ലേ? അങ്ങനെയാണല്ലോ ഇതിൻ്റെ കിടപ്പുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ആരുടെ പക്ഷവും ചേരുകയല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ അയാളുടെ രാഷ്ട്രീയ ജീവിതം, അയാളുടെ പൊതുജീവിതം അത് അവസാനിപ്പിക്കണമെന്ന് വലിയ ഒരു അജണ്ട നടക്കുന്നുണ്ട്. ആ അജണ്ട തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ആ അജണ്ടകൾക്കനുസരിച്ചാണ് എല്ലാവരും എല്ലാം പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? വളരെ കൃത്യമാണ് കാര്യങ്ങളിൽ ഒരു കൂടുതൽ ഒരു എന്താ പറയേണ്ട, ഒരു അതിബുദ്ധിമാൻ്റെ ബുദ്ധിയൊന്നും വേണ്ട. ഇതൊക്കെ സാധാരണഗതിയിൽ നമുക്കൊരു മനുഷ്യന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മസ്തിഷ്കം അവനോട് പറയും എന്താണ് ഇതിൻ്റെ ശരി, എന്താണ് ഇതിൻ്റെ തെറ്റ് എന്നുള്ളത്, അല്ലേ? അവിടെ ഈ പറയുന്ന അയാളൊരു സ്ഥാനത്തേക്ക് വരിക, അയാളൊരു MLA ആവുന്നു, അയാളൊരു പൊതുപ്രവർത്തകനാകുന്നു, അയാൾക്കൊരു സ്ഥാനം കിട്ടുന്നു, അയാളൊരു കസേരകയിലിരിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പീഡന പരാതികളുമായിട്ട് മുന്നോട്ട് വരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ആളുകൾ കല്ലെറിയുന്നവരൊക്കെ അവർ പാപം ചെയ്യാത്തവരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടിയും. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണല്ലോ, പാപം ചെയ്തവർ കല്ലെറിയണ്ട. അപ്പോൾ പറയാൻ പിന്നെ ആർക്കും ഈ വോയിസുകൾ ഉണ്ടാവില്ല എന്നുള്ളതാ. ഇത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. ഒരു പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പരാതി തന്നെ വരുമായിരുന്നില്ല, അല്ലേ? ആ പരാതികൾ തന്നെ ഉണ്ടായത് അയാൾ ഒരു MLA ആയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി പോലും ഉണ്ടാവില്ല. അവിടെയാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾ വരുന്നത്. ഈ പീഡനം നടന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഷഡ്ഡി വാങ്ങിക്കൊടുത്തതും ചെരുപ്പ് വാങ്ങിക്കൊടുത്തതും ഫ്ലാറ്റ് 2 BHK വേണോ 3 BHK വേണോ എന്നുള്ള ചർച്ചകളൊക്കെ നടത്തിയതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത്. അതല്ലാതെ പുറത്ത് വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ അത് എന്നെ അധിക്ഷേപിക്കാനാണ്, എന്നെ അപമാനിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പരാതി കൊടുക്കുക വഴി പരാതിക്കാർ തന്നെ സ്വയം അവരെ തന്നെയാണ് അപമാനിക്കുന്നത്. കാരണം ഈ പറയുന്ന അപമാനങ്ങളൊക്കെ ഈ പരാതി കൊടുക്കുക വഴി, ആ പരാതി പുറത്തു വരിക വഴി അവർക്കുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ അപമാനങ്ങൾ തുടങ്ങുന്നത് അത്രയും എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഈ പരാതി എവിടെ കൊടുത്തോ അവിടെ ആ നിമിഷം മുതൽ ഈ അപമാനങ്ങൾ തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അവിടെ ധാർമ്മികതയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അത് ഇല്ലാത്തത് തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം. ബന്ധങ്ങളിൽ ഒരു മൂല്യങ്ങൾക്കും വാല്യൂ കൽപ്പിക്കാതെ ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഈ നടത്തുന്ന സ്വതന്ത്ര ഫ്രീഡം അത് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. അപ്പോൾ ഈ പരാതി ഇപ്പോൾ ഈ പറയുന്ന ഫെനി നൈനാൻ്റെ ഈ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ അതിജീവിത ഫെനി നൈനാനുമായി സംസാരിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ട് കൂടി പുറത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിയമപരമായിട്ട് ഈ പരാതി യാതൊരു രീതിയിലും നിലനിൽക്കില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വീണെടുത്ത് കിടന്ന് ഉരുളാനുള്ള ശ്രമങ്ങൾ ഓരോരുത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ.